നമ്മളുടെ പരിപാടിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പരീക്ഷ എങ്ങനെ എഴുതണം, എങ്ങനെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് അധ്യാപകരെ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ കൂടുതൽ ഇംപ്രസീവ് ആക്കാം എന്നുള്ള വിഷയത്തെ കൂടിയാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് തോന്നാറുണ്ട് പരീക്ഷയുടെ തലേദിവസം എല്ലാം കൂടെ പഠിച്ചു കളയാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഓരോരുത്തരും അല്ല ഇപ്പോഴത്തെ കുട്ടികളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എല്ലാം കൂട്ടി വെച്ച് പരീക്ഷയുടെ തലേദിവസം പഠിച്ചു തീർക്കുക എന്നുള്ളത്. ദുർഭാഗ്യം എന്ന് പറയട്ടെ, അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു പഠന രീതിയാണ്. നമ്മളുടെ തലച്ചോറ്, പ്രത്യേകിച്ച് നമ്മളുടെ തലച്ചോറിൽ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. അതിന് ചില പരിമിതികളുണ്ട്. ഒരു വിഷയം കുട്ടികളുടെ പ്രായപരിധി അനുസരിച്ചിട്ട് ഇത്ര സമയത്തിൽക്കുള്ളിൽ പഠിക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. സ്കൂളിൽ ഒരുപക്ഷെ കൊച്ചുകുട്ടികൾക്ക് ഒരു പീരീഡിന്റെ ദൈർഘ്യം 45 മിനിറ്റ് ആക്കുന്നതും അവരെ കോളേജിലേക്ക് എത്തുമ്പോൾ 1 മണിക്കൂർ ആക്കുന്നതും അല്ലെങ്കിൽ അത് PG സ്റ്റഡിയൊക്കെ എത്തുമ്പോഴത്തേന് 1.5 മണിക്കൂർ ആക്കുന്നതും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അറിവുകളനുസരിച്ച് പറയട്ടെ, ഒരു വിഷയം നമ്മൾ 1.5 മണിക്കൂറിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സാച്ചുറേറ്റഡ് ആവും. അതായത് ഒരു വിഷയം 1.5 മണിക്കൂർ കൂടുതൽ പഠിച്ചാൽ അതിൽ കൂടുതൽ പഠിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ ബ്രെയിനിലേക്ക് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അതായത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം പരീക്ഷ തുടങ്ങുന്നതിന് വരെ ഒരു വിഷയം തന്നെ വായിച്ച് പുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ പഠിച്ച് പരീക്ഷ എഴുതാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പഠന രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളുടെ നമ്മൾ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അതായത് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ പഠിച്ച് നേരത്തെ തീർത്ത് പരീക്ഷയുടെ തലേദിവസം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ റിവിഷൻ മാത്രം നടത്തുകയാണ് നല്ലത്. റിവിഷന് നടത്തി ഇതുവരെ പഠിക്കാത്ത ഭാഗങ്ങൾ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പറയാനുള്ളത്, നേരത്തെ പഠിച്ചു വെക്കുക. തലേ ദിവസം ഒരേ വിഷയം തന്നെ കൂടുതൽ നേരം പഠിക്കാതിരിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ മെമ്മറിയിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത്, പരീക്ഷ പേപ്പർ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുമ്പോൾ പലപ്പോഴും കുട്ടികൾ അത് മുഴുവൻ വായിച്ചു നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ലതാണ് വായിച്ചു നോക്കുന്നത്, പക്ഷേ നമുക്ക് അറിയാവുന്ന ഉത്തരം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. എത്ര മാർക്കിന്റെ വീതം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ലെങ്കിലും അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതുന്നത് നല്ലതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം പേപ്പറിൽ എഴുതുക. അത് എഴുതുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്ര മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പല കുട്ടികളും ഒരു എസ്സേ 15 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പഠിച്ചു, എസ്സേ പഠിച്ചിട്ട് പോയി. അത് പക്ഷേ 2 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയമെടുത്ത് 2 മാർക്കിന്റെ ചോദ്യം നമ്മൾ പഠിച്ചതെല്ലാം പകർത്തി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ സമയം നഷ്ടപ്പെടും. നമുക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് 2ആണ്. അതോടൊപ്പം തന്നെ 10 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ കുറച്ചേ പഠിച്ചുള്ളൂ. 2 മാർക്കിന്റെ ചോദ്യം വളരെ ദൈർഘ്യമായിട്ട് എഴുതുകയും 15 മാർക്കിന്റെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ഷോർട്ടായിട്ട് എഴുതുകയും ചെയ്യുമ്പോൾ നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും മാർക്ക് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തിന്? നമ്മൾ പറഞ്ഞ 15 മാർക്കിന്റെ ഉത്തരത്തിന്. മാത്രമല്ല, നമ്മൾക്ക് ഒരു പക്ഷേ അറിയാവുന്ന ചോദ്യത്തിന് ഉത്തരം കൂടുതൽ സമയം എടുത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പറയുന്ന നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾക്ക് പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമെന്നുള്ളത് ഒരു സത്യമാണ്. അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം നമ്മൾ എഴുതി കഴിയുമ്പോൾ പേപ്പർ നോക്കുന്ന അധ്യാപകൻ ആദ്യം മുതൽ നോക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം അറിയാതെ തന്നെ താഴേട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് മാർക്ക് ഇടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്കറിയാമല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ നല്ലതാണ് നമ്മൾ പറയുന്ന മിനിമം മാർജിൻ ഇട്ട് ഒരു പേജില് 20 ലൈൻ വെച്ച് എഴുതുന്നതായിരിക്കാം എപ്പോഴും നല്ലത്. ഒരു പേജില് 20 ലൈൻ ഇടുന്നതാണ് അധ്യാപകർക്ക് വായിച്ചെടുക്കാനും പേപ്പർ കൂടുതൽ വൃത്തി ആകാനുമുള്ള സാധ്യത. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ആ പരീക്ഷ പേപ്പറിന്റെ ആദ്യത്തെ പേജിലെങ്കിലും ഒരു വെട്ടുപോലും ഇടാതിരിക്കുക. പല കുട്ടികളും ചെയ്യുന്നതാണ്, ഒന്ന് എഴുതും വീണ്ടും വെട്ടും, ഒന്ന് എഴുതും വീണ്ടും വെട്ടും. അങ്ങനെ വെട്ടി പേപ്പർ നമ്മൾ നോക്കി കഴിയുമ്പോൾ നിറച്ച് വെട്ടും തിരുത്തുമായിരിക്കും. അത് പരീക്ഷ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകർക്ക് നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻ ആയിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ പേജിൽ അറിയാവുന്ന ഏറ്റവും നല്ല ഉത്തരം എഴുതുക. നിവൃത്തിയുള്ളിടത്തോളം ഒരു വെട്ട് പോലും ഇടാതിരിക്കുക.
അത് വളരെയധികം ഇംപ്രഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന, നല്ല രീതിയിൽ അറിയാവുന്ന ആൻസർ എഴുതിയതിനു ശേഷം മാത്രമേ, സമയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അറിയാൻ പറ്റാത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാവൂ. അവിടെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് വളരെ നല്ലതാണ്. അറിയാവുന്ന അല്ലെങ്കിൽ പോലും ചോദ്യപേപ്പറിന്റെ ആ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ നമുക്ക് മാർക്ക് നേടാൻ വേണ്ടി ഉപകരിക്കും. കാരണം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് അധ്യാപകർ കൊടുക്കണം എന്നുള്ളത് നിയമമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കാത്തതാണ് ചോദിച്ചെങ്കിൽ പോലും നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാർക്ക് ലഭിക്കുന്നതിന് സഹായകമാകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത്, എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ പരീക്ഷ എഴുതി, ഇത്രയും മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. എൻ്റെ കഴിവിൻ്റെ അപ്പുറം ഞാൻ പഠിച്ചു, എൻ്റെ കഴിവിൻ്റെ അപ്പുറം ഞാൻ ശ്രമിച്ചു, ഞാൻ എഴുതിയ ഏറ്റവും നല്ല പരീക്ഷയാണ് എൻ്റെ ഈ പരീക്ഷ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി പരീക്ഷാ ഹാളിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയ ഏറ്റവും നല്ല പരീക്ഷയായിരിക്കും, അതൊന്നും സംശയമില്ല.